ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ 2025 ഫസ്റ്റ് റമദാനിലെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മല്ലിയും മുളകൊക്കെ ഉണക്കി പൊടിപ്പിക്കണം കേട്ടോ. ആദ്യം നമ്മളത് വാങ്ങിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. നന്നായിട്ട് അഴുക്കുണ്ടാകും, മല്ലിയിലാണ് ഏറ്റവും കൂടുതൽ അഴുക്കുണ്ടാകുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വെള്ളം തോരാൻ വെച്ചിട്ട് നന്നായിട്ട് 2-3 ദിവസം വെയിൽ കൊള്ളിപ്പിച്ചിട്ട് നമ്മളത് പൊടിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ മുളകാണ് വാങ്ങിച്ചേക്കുന്നത്. അതിൽ പിരിയമുളകുണ്ട്, സാദാ മുളകുണ്ട്. പിരിയമുളക് വാങ്ങിക്കുന്നത് നമ്മൾ കശ്മീരി ചില്ലിയുടെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 1/2 കിലോളൊക്കെ പിരിയമുളകും സാദാ മുളകും 1 കിലോയും വാങ്ങിച്ചിട്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് പൊടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് ഉണക്കിയിട്ട് നമ്മളത് പൊടിച്ച് വെക്കണതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ വെയിലൊക്കെ മതിയാകും, നല്ല വെയിലല്ല. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങി കിട്ടുകയും ചെയ്യും നമുക്ക്. മൂന്നാല് ചട്ടികൾക്കൊന്ന് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം നമ്മൾ പെയിൻ്റ് അടിക്കണേക്കുമ്പോൾ ചട്ടി ഇതുപോലെ ഒരു സാൻഡ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഉരച്ചൊന്ന് കളയാൻ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതുമ്പോൾ എന്തെങ്കിലും അഴുക്കുകളുണ്ടെങ്കിലും അതുപോലെ സിമെൻറ്റിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് പോകാൻ നല്ലതായിരിക്കും. അപ്പോൾ ഇച്ചിരി ഒന്ന് മായാകുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ആദ്യം ടെറാക്കോട്ടയുടെ പെയിൻറ്റ് ഈ പോട്ടിന് അടിച്ചു വെക്കിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഈ കളർ തീം ഉണ്ടല്ലോ, അത് ഫ്രണ്ടിൽ ആ 2 പില്ലറിൻ്റെ ആ സൈഡിലാണ് ഈ പോട്ട് ഞാൻ പൂക്കൾ വന്നപ്പോൾ വെച്ചിരുന്നത്, ബോഗൺ വില്ലസ് സെറ്റ് ചെയ്ത് തന്നിട്ട്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ ആ വ്യൂവിൽ ഇത്തിരി ഭംഗിക്കുറവ് തോന്നി. ആദ്യം വൈറ്റ് പോട്ടിലാർന്നിരുന്നത്, പിന്നെ അത് ഞാൻ ടെറാക്കോട്ടയുടെ പെയിൻ്റ് അടിച്ച് അപ്പോൾ അത് കാണാൻ അത്ര ഭംഗിയില്ലാതെ തോന്നിയിട്ടാണ്. അപ്പോൾ ആ ഒരു കളർ തീം വൈറ്റ് തന്നെയാണ് കൂടുതൽ നല്ലതെന്ന് തോന്നിയിട്ട് വീണ്ടും വൈറ്റ് പെയിൻറ്റ് തന്നെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നോമ്പ് തുറക്കാനായിട്ട് പത്തിരിയും ബീഫ് കറിയും വെക്കാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള 2 സവാള എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി 3-4 കഷ്ണം എടുത്തിട്ടുണ്ട്, ചെറിയ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി ഇലകൾ എടുത്തിട്ടുണ്ട്, പിന്നെ 3-4 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. മുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ കറിയൊക്കെ വെക്കാൻ നേരത്ത് ഞാൻ ഇതുപോലെ ചെയ്യാറ് കേട്ടോ. അരിയാനൊന്നും നിൽക്കില്ല, ഇതുപോലെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടാക്കുമ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ നമ്മളിവിടെ ഒതുക്കി വെച്ചിരിക്കുന്ന ഈ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഇതുകൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരുവിധം നന്നായിട്ട് വഴന്ന് കാണുമ്പോൾ 2 തക്കാളി ഞാൻ ചെറുത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. തക്കാളി നന്നായിട്ട് വഴണമെന്ന് കാണുമ്പോൾ ഞാനിവിടെ നമ്മുടെ മല്ലിയും മുളകും ഉണക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ആവശ്യത്തിന് എടുത്തിട്ട് നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ച് അമ്മിയും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ബീഫ് കഴുകി വെച്ചിരിക്കുന്നത് വെള്ളം തുറന്നത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുക്കർ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഏകദേശം ഒരു 1/2 ഗ്ലാസ്സോളൊക്കെ വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ. പിന്നെ എന്നിട്ട് നമ്മൾ കുക്കർ നന്നായിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 15 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് പൊടി വാട്ടിയെടുക്കാം. പൊടി വാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ആവശ്യത്തിന് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലോട്ട് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഒരു 2-3 മിനിറ്റ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മൂടിയിട്ടിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് ചൂടാറാൻ കാത്തിക്കണ്ട, ഒരു ചെറിയ ചൂടിലെങ്കിലും നമുക്ക് പൊടി കുഴച്ചെടുക്കണം കേട്ടോ. പൊടി ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ശേഷം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് കുഴച്ചിട്ടുണ്ടെങ്കിൽ നല്ല മയത്തിൽ കിട്ടും കേട്ടോ.
നമ്മുടെ നോമ്പ് തുറക്കാനായിട്ട് ആ നേരത്ത് കഴിക്കാൻ വേണ്ടി ഒരു സ്നാക്ക് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രിപ്പറേഷൻസൊക്കെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കൂടുതൽ പേരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എൻ്റെ ചാനലൊന്ന് വിജയിപ്പിച്ച് തന്നെ വീണ്ടും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. അതുവരെ അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.